ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ മുത്തച്ഛൻ പറഞ്ഞല്ലോ, ജലജയോട് പറഞ്ഞില്ലേ കൂടിപ്പോയി നീ പുറത്ത് പോകുന്നു. അപ്പോൾ അതന്നെ ഞാനൊന്നും പറയാത്തതെന്ന് പറഞ്ഞിട്ട് ജലജ ദേഷ്യം വന്നിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ആ നവ്യമോളുടെ കണ്ണ് മൂടി കെട്ടാനാ അവനൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചത്, റാസ്കൽ, അല്ലെങ്കിൽ അവൻ്റെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട്, എന്നിട്ട് അവനൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചില്ല പോലും, എന്നിട്ട് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തച്ഛൻ ഒന്നും മിണ്ടണില്ല കേട്ടോ. ഈ സമയം നന്ദമോളാണെങ്കിൽ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു പോലീസിൽ ചേരുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികൾ അകന്നു നിൽക്കുന്ന പല കായിക വിനോദങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടത്. പിന്നീട് കരാട്ടയൊക്കെ പഠിച്ചു, അതിൽ കഴിവൊക്കെ തെളിയിച്ചു. SI സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ലോകം കീഴടക്കിയ പോലെയായിരുന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മധുസൂദനൻ സാറ് വന്ന അന്ന് മുതലേ എന്നെ എന്തോ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പെരുമാറിയത്. ഒരിക്കലും ഒരു ട്രെയിനർ അങ്ങനെ ട്രെയിനിങ്ങളോട് പെരുമാറരുത്. ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തി. ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ പിന്നീട് ബിനോയ് സാർ വന്നു. അദ്ദേഹം നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തരും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പറയുകയും ചെയ്തു, ഈ ജോലിയിൽ ആദ്യം പ്രവേശിക്കേണ്ടത് ഞാനാണ്. അതെനിക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറയേണ്ടിട്ട്. എന്നിട്ട് പറയേണ്ടത്, മധുസൂദനൻ സാർ ആരുടെ പ്രേരണയാൽ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കിയിരുന്നു. അതാരാന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ അന്യായങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. കാക്കി ഒരു ബലമാണ് നിയമാനുസൃതമായി ജീവിക്കുന്നവർക്ക്, എന്നാൽ അതൊരു ഭാരമാണ് നിയമം വിട്ട് കളിക്കുന്നവർക്ക്. അപ്പോൾ എല്ലാവരും നന്നായി കയ്യൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് തുഷാരയും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ തുഷാര ചോദിക്കുന്നുണ്ട്, ഇനി എന്നാടി കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേണ്ടത്, നേരിട്ട് കണ്ടില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിക്കണം. അപ്പോൾ തുഷാര പറയേണ്ടത്, ഇതുപോലെ ഫ്രണ്ടിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദോട്ടൻ പറയുന്നുണ്ട്, എനിക്കും ഇതുപോലെ ഒരാളെ കിട്ടിയിട്ടില്ലടി. എന്നിട്ട് തുഷാര ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേട്ടൻ എത്തിയോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇപ്പം എത്തുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പിരിഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നിച്ച് കഴിക്കാമെന്നാണ് ചേട്ടനും ചേച്ചിയും പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നീ പറഞ്ഞത് സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാം വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നയനിയും ആദർശം കൂടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ എല്ലാം കെട്ടിപ്പറക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കിയല്ലേ? അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി, എനിക്കിവിടെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, അറിയാലോ തുഷാരെ. അപ്പോൾ ആദർശ അത്ഭുതപ്രകാരം ചോദിക്കുന്നുണ്ട്, അത് കൊള്ളാലോ എന്തോ, സാധാരണ എനിക്ക് എവിടെ പോയാലും ബോയ്സ് അല്ലേ കൂട്ടുണ്ടാവാറെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാ, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറിയിലല്ലേ കഴിഞ്ഞത്, പിന്നെ അവൾ എന്തിനും നമ്മുടെ കൂട്ട് നിൽക്കും, ഒരിക്കലും നമ്മളെ ഒറ്റ കൊടുക്കുകയൊന്നുമില്ല. പഴയ ട്രെയിനർക്ക് അടി കൊടുക്കാൻ പോയപ്പോഴും അവളെൻ്റെ ഒപ്പം വന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഈ തുഷാരൻ നമ്പർ അനിയുടെ കയ്യിലുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയണ്ട, അത് അവൾ ഒപ്പിച്ച പണിയാണ്, അനി പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ ഞാൻ എടുക്കാറില്ല, അങ്ങനെ വിഷമം തോന്നിയിട്ട് അവൾ ഒരു ദിവസം അനീനെ വിളിച്ചിട്ട് അവളുടെ നമ്പർ അങ്ങോട്ട് കൊടുത്തത്, അതുകൊണ്ട് എനിക്കൊരു ഇടനിലക്കാരി കിട്ടി എന്നോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നയന പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടും അനി പിന്തിരിയുന്നില്ലല്ലോ ആദർശേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഒരുപാട് തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നോണ്ടാണ് അവൻ അന്ന് ഇങ്ങോട്ട് വന്നത്, അവൻ്റെ ആ സ്വഭാവം എന്നെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട് ആദർശേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് അവൻ അവഗണിച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തെന്ന് വരും. എന്നിട്ട് നന്ദോട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ അവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ മദ്യം കഴിച്ചത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനന്ന് മദ്യപിച്ചത്, അവനൊരിക്കലും മനസ്സിലാക്കുന്നൊരു ഭാര്യയല്ല അനാമിക, പിന്നെ എങ്ങനെയാണ് പരസ്പരം സ്നേഹം ഉണ്ടാവുന്നത്. അപ്പം നയന പറയേണ്ട, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവർ തമ്മിലുള്ള അകലം മനസ്സിലാക്കിയിട്ട് നീ ഒരു കാലത്തും അനിയായിട്ട് അടുക്കരുത്. അപ്പോൾ നന്ദോട്ടൻ ചെറിയൊരു വിഷമം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതിന് ഞാനൊന്നിനും പോകുന്നില്ലല്ലോ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആദർശ് പറയുന്നുണ്ട്, വിഷയം മാറ്റിയിട്ട് പറയുന്നുണ്ട്, എന്നാൽ വാ ഇറങ്ങാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നന്ദോട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും ചന്തുമോളുടെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന എനിക്ക് തോന്നണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ എന്നെ വെറുക്കുന്നത് മോളുടെ അച്ഛനമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ശരിക്കും നിരപരാധിയാണെങ്കിൽ അതെല്ലാവരോടും തുറന്ന് പറഞ്ഞൂടെ? അപ്പോൾ ആദർശ് ചോദിക്കുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദൂട്ടൻ പറയും 100% എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, എനിക്കത് മതി, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നവരാ യഥാർത്ഥ ബന്ധുക്കൾ. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പഠിക്കാൻ തരുന്നൊരു സമയമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നെ മനസ്സിലാക്കി വന്നവരാരും ഞാൻ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ അവിടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും മാത്രം എന്നൊരു കുറ്റവാളിയെ പോലെ കാണുന്നത്. സാരമില്ല, ആരൊക്കെ തള്ളി പറഞ്ഞാലും നയൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതി. ഈ സമയം നന്ദോട്ടനെ കാത്തിരിക്കണം കേട്ടോ അച്ഛനും അമ്മയും. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നന്ദോട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ആദർശം നയനും കൂടിയല്ലേ വിളിക്കാൻ പോയത്, ഇപ്പം അയാളോട് ഒക്കെ വല്ലാത്തൊരു പ്രയാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയണ്ട, എനിക്കും അങ്ങനെ തന്നെയാണ്,
എൻ്റെ അന്തോട്ടിനെ കണ്ടപ്പോൾ കനകം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ദേ നമ്മുടെ മോളെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് വിജയകരമായി പുറത്തേക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ പറയണൊന്നും പറയണ്ട അച്ഛാ, ഒരു സമയത്തൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോരാൻ തോന്നിയതാ. അങ്ങനെ ഒരു ട്രെയിനർ അവിടെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. അവസാനം ആദർശേൻ്റെ മുത്തച്ഛൻ അയാളെ ട്രാൻസ്ഫർ ചെയ്യിച്ചപ്പോഴാണ് ഞാൻ നേരെ വേണമെന്ന് ശ്വാസം വിട്ടത്. പക്ഷേ ആദർശൻ അതിന് അവിടെ ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ആദർശനൊന്ന് നോക്കി, എന്നിട്ട് പ്രത്യേകിച്ച് വിളിക്കണില്ല. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും കയറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ നയനോട് ആദർശം ചോദിക്കുന്നു, നയനെ ഞാൻ അകത്ത് ഇരിക്കണോ അതോ പുറത്തേക്ക് പോകണമെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ എന്താ ആദർശേട്ടാ അത്? എൻ്റെ അച്ഛനമ്മ പോലെ ആദർശേട്ടനായാലോ അവർ പിന്നെ തെറ്റിദ്ധാരണ തലയ്ക്ക് പിടിച്ചിരിക്കുന്നവരോ അതുപോലെയാണോ നമ്മൾ? അപ്പം നന്ദൂട്ടൻ പറയേണ്ട അച്ഛൻ്റെ അടുത്ത്, ആദർശമായിട്ട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ, പിന്നെ എന്തിനാ ദേഷ്യം വെറുപ്പ് കാണിക്കുന്നതെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോഴേക്കും ആദർശ് വന്നു, അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ പറയേണ്ട ആദർശ് ഇരിക്കുകയെന്ന് പറയേണ്ട കേട്ടോ അച്ഛൻ. അങ്ങനെ ആദർശ് അവിടെ ഇരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കുടിക്കാടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അമ്മേ ഞങ്ങൾ കുടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ വന്നേ, അമ്മ അവിടെ ഇരുന്ന് വർത്തമാനം പറയും. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, നിങ്ങൾ സംസാരിക്കുകയെന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ ആദർശ് പറയേണ്ട അച്ഛ, അമ്മ അങ്ങനെ മുഖം തിരിച്ച് പോകാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മോളും പറയുന്നുണ്ട്. പക്ഷേ ചന്തുമോളും ആദർശിൻ്റെ കുഞ്ഞാണെന്നും പറയുന്നു. രണ്ടും കൂടി പൊരുത്തപ്പെട്ട് പോകുന്നില്ല മോനെ. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് മോള് കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, എന്നിട്ടും ആദർശിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നതിനെക്കുറിച്ച് അറിയാലോ. ആ നിമിഷം ഓർത്ത് ഞങ്ങളിപ്പോൾ ദുഃഖിക്കുക. അപ്പം നയന പറയേണ്ടത് ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ അമ്മയ്ക്കൊപ്പം അച്ഛനും അകത്തേക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ടത് ആ സംഭവം അറിഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഇവളെ ആദർശനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല, പ്രതിയായിട്ട് കാണുന്നില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്ക് എന്തിനാ എങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ആദർശ് പറയേണ്ടത് നന്ദുമോളെ കൊണ്ടുവിട്ടല്ലോ, ഇനി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നയന പറയും ഞാൻ ദേ ആദർശേട്ടാ, ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനവിടെ ആദർശിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കണുണ്ടോന്നും പറയണില്ല. അപ്പോൾ ആദർശ് പറയണുണ്ട് എല്ലാ മനുഷ്യനും ചില നിസ്സഹായാവസ്ഥയുണ്ട് അച്ഛാ, ഒരുപാട് പറയണമെന്നുണ്ടാവും, പക്ഷെ ഒന്നും പറയാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ അച്ഛാ ഞാൻ. നന്ദുട്ടൻ പറയേണ്ടത് എൻ്റെ അടുത്ത്, ആദർശമായിട്ട് ഒരിക്കലും ഒരു പെണ്ണുങ്ങളെയും ചതിക്കില്ല, അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ചേച്ചി ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയും എന്തിനാ ആദർശേട്ടനോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവാതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആദർശേട്ടൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്, അതുകൊണ്ട് അവരങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് അപകടത്തിൽ പെട്ടൊരു പെൺകുട്ടിയെ സഹായിക്കാനല്ലാണ്ട് ഒരു കാരണവശാലും ആ കുട്ടിയോട് തെറ്റായിട്ട് പെരുമാറാൻ ആദർശേട്ടന് കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട് ഈ സംഭവത്തെ പറ്റി ആദർശേട്ടൻ എന്താ പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വസ്തമായതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും പോയില്ല. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ തെളിയിക്കാൻ നോക്ക്. ഇനിയിപ്പോൾ നീ ഒരു പോലീസ് ഓഫീസറല്ലേ, അപ്പം നിനക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയേണ്ടത് എന്നേക്കാൾ പോലീസ് ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് ചേച്ചി, അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചേച്ചി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയണ്ടേ അങ്ങനെയൊന്നും ഇല്ലടി, ആദർശേട്ടൻ കള്ളം പറയാത്ത ആളായതുകൊണ്ട് ആദർശേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കേണ്ടത് എന്താ ആദർശേട്ടൻ പറയുന്നത്? ചന്തുമോളുടെ അച്ഛനായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ആ മോളുടെ മേൽ ആദർശേട്ടന് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുട്ടൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരും തുറന്നു പറഞ്ഞൂടെ, അതിന് പകരം ചന്തുമോളുടെ അച്ഛനാണെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ചേച്ചി എന്താ നിങ്ങൾക്കൊക്കെ പറ്റുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്, നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമാണെങ്കിൽ നീ തന്നെ കണ്ടെത്തിക്കോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് ആ ശരി, എന്നാൽ നീ ചന്തുമോളുടെ ചരിത്രമൊക്കെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം, അതിനു മുന്നേ എനിക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇത് ചോദിക്കുന്നുണ്ട്. എന്നെ അവിടെ ട്രെയിനിങ്ങിലിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് എടുത്തിട്ടുണ്ടല്ലോ ആ ട്രെയിനർ, അയാളെ അനാമികയുടെ അച്ഛൻ്റെ അടുത്ത ആളാണ്. അപ്പം നയന ചോദിക്കുന്നത് അയാൾ പറഞ്ഞിട്ടായിരിക്കുമോ എന്നാൽ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ലല്ലോ എന്നെക്കൊണ്ട് അയാൾ ചോര വരെ തുപ്പിച്ചില്ലേ, അയാൾക്ക് ഇരുട്ടടി വരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലിത് പോരാ ചേച്ചി, അനാമികയുടെ അച്ഛനമ്മയെ ഒരു തവണ കാണേണ്ട പോലെ ഞാൻ കണ്ടതാ, എന്നിട്ടും എന്നെ പിന്തുടർന്ന് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ സർവീസിൽ കയറിയിട്ട് മുന്നേ ഒരു ആചാര വെപ്പൊക്കെ വേണ്ടി വരും. അപ്പം നയന പറയുന്നത് മോളെ നീ അബദ്ധമൊന്നും കാണിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട് അബദ്ധമല്ല ചേച്ചി, ഞാൻ ചെയ്യാനുള്ള കാര്യം തന്നെ ചെയ്യാൻ പോകുന്നത്, അതിന് നീ എന്തായാലും പിന്നോട്ട് പോകണ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഉറച്ച് തീരുമാനം എടുത്തിരിക്കുകയാണ് നന്ദുട്ടൻ. ഈ സമയം അനാമിക അവളുടെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കട്ട. എന്നിട്ട് അമ്മോട് പറയുന്നുണ്ട് അമ്മായിയും മരുമോള് സ്നേഹത്തിലായി പിന്നെ അവിടെ നിൽക്കാൻ വരെ തോന്നുന്നില്ലേ അമ്മേ, അതിന് പുറമെ ഈ ചന്തമോൾ എന്ന് പറഞ്ഞൊരു അവതാരം കടിച്ചു തൂങ്ങി വന്നിട്ട് എല്ലാവരും കൂടി അതിനെ കൊഞ്ചിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് ആദർശിന് ഇങ്ങനെ ഒരു കുഞ്ഞിനുണ്ടായിന്ന് അറിഞ്ഞപ്പോൾ നയന അവിടെ തന്നെ കടിച്ചു തൂങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇത് വെച്ച് വലിയൊരു കോലാഹലം തന്നെ അവിടെ സൃഷ്ടിച്ചേനെ, അതും വെച്ചിട്ട് അനന്തപുരി തറവാട്ടുകാരെ അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞേനെ.
അവളെ പഠിച്ച കള്ളിയാന്ന് പറഞ്ഞിട്ട് അനാമിക അവളെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോഴേ അവളുടെ ചേച്ചി ഒരുപാട് ഭേദമാണ്. അവൾക്കറിയാം അവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ വലിയ ശമ്പളമുണ്ടല്ലോ, ജ്വല്ലറി ഡിസൈനറല്ലേ അവള്. പണമുണ്ട്, പ്രശസ്തിൻ്റെ സാധനമുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ അവിടെ നിന്ന് ഇട്ടേച്ച് പോണത്? അവൾക്കാണെങ്കിൽ കുട്ടികൾ വേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ സുഖിച്ചടിച്ചു പൊളിച്ച് നടന്നാൽ മതിയല്ലോ. അതും പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ അനാമികയുടെ അച്ഛൻ വരുന്നത്, വണ്ടിയുടെ ശബ്ദം കേട്ടത്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, മോൾക്കൊരു ദുഃഖവാർത്തയുണ്ട്. അവൾ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി വിജയശ്രീ ലാളിതയായിട്ട്. അപ്പം അനാമിക ആകെ ദേഷ്യം വന്നിട്ടോ. എന്നിട്ട് അതിന് തടയിടാൻ അച്ഛന് പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മോള് പറയരുത്. ആരുടെ ഭാഗത്തിന് അവിടെ ട്രെയിനർ വന്നത്, അയാളെ ഞാൻ മാക്സിമം മുതലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മൂർത്തി സാർ അയാൾ ട്രാൻസ്ഫർ ചെയ്യിച്ചാണ്, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം അനാമികയുടെ അമ്മ പറഞ്ഞു, അവൾ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു സ്റ്റേഷനിൽ പോയാൽ മതിയായിരുന്നു. അവിടെയുള്ള ഗുണ്ടകളും രാഷ്ട്രീയക്കാരൊക്കെ തമ്മിലടിച്ച് അവിടെ തീർന്നാൽ മതിയായിരുന്നു. അപ്പം അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കും മോളെ. മൂർത്തി സാറിന് ട്രെയിനറെ മാറ്റാനുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ അവളെ ഏതെങ്കിലും നല്ലൊരു സ്റ്റേഷനിൽ പോസ്റ്റിപ്പിക്കാനുള്ള ഇതും അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ പോലീസ് യൂണിഫോമിൽ വന്നിട്ട് തന്നെ വരട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ഒന്ന് ഒതുങ്ങുന്നത് മോളെ നല്ലത്. കാരണം നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. നീ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന 10 പവൻ്റെ നെക്ലേസാണ് കാണാണ്ടായത്. അത് മാത്രമാണോ നമ്മൾ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് മോളേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറയണ്ട കേട്ടോ അച്ഛൻ. അനിയോട് എനിക്ക് സ്നേഹമൊന്നുമില്ല, എനിക്ക് കൂട്ടുകൂടെ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. അനി വിട്ട് വന്നു കഴിഞ്ഞാൽ അവനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് വരാത്തത് ആ നന്ദു എന്ന് പറയുന്നവളെ വീട്ടിൽ കയറ്റാൻ അവസരം കൊടുക്കാതെ ഇരുന്നിട്ടാ. അവൾ കല്യാണം കഴിഞ്ഞ് സെറ്റിലായതിൻ്റെ പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കും. അപ്പം അമ്മ പറയണ, ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും അവിടെ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് വരാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, മോളെ ബന്ധം പിരിയാൻ അവനെക്കൊണ്ട് വേണം മുൻകൈ എടുപ്പിക്കണം. അവൻ ബന്ധം പിരിയണമെന്ന് പറഞ്ഞിട്ട് കോടതി സമീപിക്കണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ നീ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലേ അവൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകൾ വക്കീലിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് അവരെ പോലെ പ്രഗത്ഭരായ ഒരു വക്കീലിനെയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അനാമി പറയാം, അതൊന്നും അച്ഛൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട, നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടേ ഞാൻ അവിടെ നിന്ന് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഇപ്പോൾ പറഞ്ഞില്ലേ സുഹൃത്തിൻ്റെ ഒപ്പം ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കണമെങ്കിലും പണം വേണ്ടേ? അതിനുള്ള പണമൊക്കെ ഞാൻ അനന്തപുരി തറവാട്ടിലെ വീട്ടിലുള്ളവർ തന്നെ ഈടാക്കും. അതിനുള്ള മിടുക്കൊക്കെ തൽക്കാലം എനിക്കുണ്ട്. പിന്നെ കാണിക്കുന്നത് അനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നടക്കാനായിട്ടോ. അപ്പോൾ ഏട്ടനെ അടുത്തേനും കാത്തിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അവർ വന്നപ്പോൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ പറയുന്നത്, ഏട്ടനെ അടുത്തി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവരിങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഏട്ടാ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? അല്ല, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാനാണല്ലോ പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് ജലജ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചോദിക്കും, അവനത് ചോദിക്കാനല്ലോ കുറേ നേരമായിട്ട് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അനിയോട് പറയണേടാ, നീ പോയിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ, അപ്പം പിന്നെ 3 ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ അവരുടെ വീട്ടുകാർക്ക് കൊടുത്ത് ആ വീടുണ്ടല്ലോ അത് ഫ്രീ ആവും ചെയ്യും. അപ്പം നയന പറയണ്ട്, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയണ്ടിട്ടാ. അപ്പോൾ ജലജ പറയും, നീ കൂടുതൽ വർത്താനം പറയണ്ടടി, നിൻ്റെയൊക്കെ മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടാണ് നിനക്ക് അന്യ പെണ്ണിൻ്റെ കുഞ്ഞിനെ ലാളിക്കേണ്ടി വന്നത്. അപ്പോൾ ആദർശ് പറയണ്ട്, അതേപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട, അപ്പച്ചിയുടെ സ്വഭാവമല്ല ഇവൾക്ക്. അതുകൊണ്ട് ചന്തുമോളെ മുൻനിർത്തിയിട്ട് ഒരു കുടുംബകലഹം ഉണ്ടാക്കാനാണ് അപ്പച്ചി ഇളയമയൊക്കെ ശ്രമിക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോണില്ല. അയ്യോ, നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവളെന്തായാലും നിന്നെ വിട്ട് പോകുന്നു തോന്നണില്ല. എന്തായാലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മരുമോളാ മെച്ചം. നിൻ്റെ സ്ഥാനത്തെ അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് വെച്ചാലേ എപ്പോൾ നവ്യ ഇവളുടെ വീട്ടിൽ പോയി എന്ന് ചോദിച്ചാൽ മതി. അപ്പം നയന മനസ്സിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സത്യങ്ങളൊന്നും പുറത്തു വിടാതിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ ആദർശ് പറയുന്നത്, അപ്പച്ചി വെറുതെ നാണം കെടാനായിട്ട് ഓരോന്നും പറയാൻ നിൽക്കരുത്. ഞാൻ കൊള്ളരുതാത്തവനാ, കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായനാ. പക്ഷേ അതൊക്കെ ഞാനും എൻ്റെ ഭാര്യയും എന്നെ സ്നേഹിക്കുന്നവരും മാത്രം സഹിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ജലജ പറയണ, അയ്യോ മതിയേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയോട് പറയണുണ്ട്, എടാ മോനെ എന്നാൽ പിന്നെ പെട്ടെന്ന് ചെല്ലേ, ഒരുത്തി അവിടെ നിന്നെയൊക്കെ പ്രതീക്ഷിച്ച് വഴിക്കണ്ണായിട്ട് നിൽക്കുമായിരിക്കും. എന്നിട്ട് ജലജ ദേഷ്യം വന്നിട്ട് പോയിട്ടോ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അനി നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, അവൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് കരുതിയിട്ടേ ഇടയ്ക്ക് അവളെ പോയി കാണാൻ ശ്രമിക്കരുത്. അതിൻ്റെ പേരിൽ ഇളയച്ചൻ നിന്നെ അടിച്ചതാണല്ലോ, ഇനി എൻ്റെ കയ്യിൽ നിന്നും കൂടി അടി വഹിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് പോയിട്ടാണ് നമ്മുടെ പത്രമായിട്ട് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.